ടേസ്റ്റ് ആൻഡ് ട്രാവലിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർക്ക റൂട്ട്സിനെ പറ്റിയാണ്. നോർക്ക റൂട്ട്സിനെ പറ്റി ഇപ്പൊ എല്ലാവർക്കും അറിഞ്ഞാണ്. ഇപ്പൊ 2-3 ദിവസമായിട്ട് അതിന്റെ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രവാസികളായിട്ടുള്ള ആൾക്കാര് എത്ര പേര് മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ഒരു കണക്കെടുപ്പ് നടത്തുന്നുണ്ട്. അതിന് ഉള്ള ഒരു വെബ്സൈറ്റ് ആണ് നോർക്ക റൂട്ട്സ്. അപ്പം അതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസ് നമുക്ക് എങ്ങനെ ഭംഗിയായിട്ട് കൊടുക്കാം, ആ വെബ്സൈറ്റ് എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഈ നോർക്ക റൂട്ട്സ് എന്ന് പറയുന്ന വെബ്സൈറ്റ് തികച്ചും കേരള ഗവൺമെന്റിന്റെ അണ്ടറിലാണ്. കേരള ഗവൺമെന്റ് ആണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനത്തു നിന്നുള്ളവർക്ക് ഈ ഒരു വെബ്സൈറ്റ് വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കത്തില്ല. ഓരോ സംസ്ഥാനത്തിന് അവരുടേതായ വെബ്സൈറ്റുകൾ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പം കേരള ഗവൺമെന്റ് ഇറക്കിയിരിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഈ നമ്മുടെ നോർക്ക റൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് എങ്ങനെ ഡീറ്റെയിൽസ് കൊടുക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഇതിനുള്ള ലിങ്ക്, ഈ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമുക്കപ്പോൾ എങ്ങനെ നോർക്ക റൂട്ട്സിന്റെ ആ ഒരു ഫോം ഫില്ലപ്പ് ചെയ്യാൻ നോക്കിയിട്ട് വരാം. ഓക്കെ, നമ്മളപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് നോർക്ക റൂട്ട്സ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ എങ്ങനെ ഭംഗിയായി നമുക്ക് രജിസ്റ്റർ ചെയ്യാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമുക്കിവിടെ ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്നൊരു ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു പേജിൽ ഇങ്ങനെയാണ് കാണുന്നത്. ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട് വെൽക്കം നോട്ടിന് വേണ്ടിയിട്ട്. വരവേൽക്കാം ജന്മനാട്ടിലേക്ക് എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങോടുകൂടി ഒരു വെൽക്കം നോട്ട് ഉണ്ട് ഇവിടെ. അതിനോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിൻ്റെ ഒരു ഫോട്ടോയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്കിന് കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാനുണ്ട്. ഒരു പേജ് 1 എന്ന രീതിയിൽ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാനുണ്ട്. ഇവിടെ ആദ്യത്തെ ഓപ്ഷനായ നെയിം ആസ് ഇൻ പാസ്പോർട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. അവിടെ നമ്മുടെ പാസ്പോർട്ടിലെ നെയിം കൊടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ പേര് റാൻഡമായിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് താഴെ നമ്മുടെ പ്രായം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഏജ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മെയിലാണോ ഫീമെയിലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ റാൻഡമായിട്ട് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയാണ് കൊടുക്കുന്നത്. ഞാൻ രജിസ്റ്റർ ചെയ്യാനായിട്ടില്ല, ചുമ്മാ റാൻഡമായിട്ട് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് പാസ്പോർട്ട് നമ്പർ, അതിപ്പോൾ പാസ്പോർട്ടിലുള്ള ഒരു നമ്പറാണ്. ആ ഒരു പാസ്പോർട്ട് നമ്പർ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ റാൻഡമായിട്ടൊരു പാസ്പോർട്ട് നമ്പർ ചുമ്മാ കൊടുക്കുകയാണ്. ഓക്കെ, ഞാനിവിടെ ഒരു പാസ്പോർട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റെസിഡിങ് കൺട്രി, അതായത് നിങ്ങളിപ്പോഴുള്ള വിദേശ രാജ്യം ഏതാണോ ആ രാജ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു റാൻഡമായിട്ട് ഞാനിവിടെ ഓസ്ട്രേലിയ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പെർമനൻറ്റ് അഡ്രസ്സ് ഇൻ കേരള, അതായത് കേരളത്തിലുള്ള നിങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്തിലെ അഡ്രസ്സ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ചുമ്മാ ഒരു റാൻഡമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഡിസ്ട്രിക്റ്റ്, അതായത് നമ്മുടെ ജില്ല ചോദിച്ചിട്ടുണ്ട്. ഞാനിവിടെ പത്തനംതിട്ട കൊടുക്കുന്നു. അതിനുശേഷം പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ അത് ഓരോ ജില്ലയിലെ അനുസരിച്ചാണ്. ഞാനിവിടെ ഇപ്പോൾ എൻ്റെ ആ ഒരു ജില്ലയിലെ പഞ്ചായത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള കുറച്ച് ഡീറ്റെയിൽസാണ് ഇവിടെ ചോദിക്കുന്നത്. നമ്മുടെ ഇമെയിൽ ID, നമ്മുടെ ഫോൺ നമ്പർ, വാട്സപ്പ് നമ്പർ. അപ്പം ഞാനിവിടെ ഒരു ഇമെയിൽ ID ഞാനിപ്പം റാൻഡമായിട്ട് അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഒരു ഡമ്മി ജിമെയിൽ ID കൊടുക്കുകയാണ്. അതിനുശേഷം ഫോൺ നമ്പർ വിത്ത് കൺട്രി കോഡ്, നമ്മുടെ ഇന്ത്യയുടെ കൺട്രി കോഡ് +91 ആണ്, 91. അപ്പോൾ ഞാനിവിടെ ഒരു നമ്പർ കൊടുക്കുകയാണ്. ഓക്കെ, ഡമ്മി നമ്പറാണ്. വാട്സപ്പ് നമ്പർ നമ്മോട് ചോദിച്ചിട്ടുണ്ട്, വാട്സപ്പ് നമ്പറും കൊടുക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഒരു ഡമ്മി നമ്പർ കൊടുത്തു. അതിനുശേഷം ഇത്രയും ഡീറ്റെയിൽസാണ് നമുക്ക് പേജ് 1 ഫില്ല് ചെയ്യാനുള്ളത്. അതിനുശേഷം നമുക്ക് താഴെയുള്ള നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് അവർ ചോദിക്കുന്ന മെയിൻ പേജ് എന്ന് പറഞ്ഞത്. അപ്പം അവരിവിടെ ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ വിസ, അതോടൊപ്പം തന്നെ നമുക്ക് തിരിച്ചു വരാനുള്ള റീസൺ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. നമുക്കിവിടെ ആദ്യം ചോദിച്ചിരിക്കുന്നത് എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ്. നമ്മൾ എങ്ങനെയുള്ള എംപ്ലോയിയാണ്, സെൽഫ് എംപ്ലോയിഡ് ആണോ, മാനേജറാണോ, പ്രൊഫഷണലാണോ, സ്കിൽഡ് ലേബർ ആണോ, ഏത് തരത്തിലുള്ള ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഞാനിവിടെ സെൽഫ് എംപ്ലോയിഡ് കൊടുക്കുന്നു. അതിനുശേഷം വിസ ടൈപ്പ്, ഇപ്പം ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വന്ന എംപ്ലോയ്മെൻറ്റ് വിസയാണോ അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസ, ഇപ്പോൾ നിങ്ങൾ ടൂറിസ്റ്റ് ആണോ അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് വിസ, പഠിക്കാൻ പോയവരാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വിസിറ്റിംഗ് വിസ കൊടുക്കുകയാണ് തൽക്കാലത്തേക്കിന്. ഓക്കെ, ഡേറ്റ് ഓഫ് വിസയുടെ എക്സ്പയറി ഡേറ്റ് എന്നാണ് ചോദിക്കുകയാണ്. ഇപ്പോൾ റാൻഡമായിട്ട് ഇന്നത്തെ ഡേറ്റ് തന്നെ കൊടുക്കുകയാണ്. റീസൺ ഫോർ റിട്ടേൺ, നമ്മൾ എന്തിനാണ് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിസിറ്റിംഗ് വിസ എക്സ്പയർ ആയതാണോ, സീനിയർ സിറ്റിസൺ, പ്രഗ്നൻ്റ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വിസിറ്റിംഗ് വിസ എക്സ്പയർഡ് നമ്മൾ കൊടുക്കാം. ഓക്കെ, നമ്മൾ അടുത്ത ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ COVID-19 ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ്
അപ്പോൾ നമുക്കിവിടെ ഉണ്ടെങ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല എന്ന് നമുക്ക് കൊടുക്കാം. നമ്മൾ എന്നാണ് ഉണ്ട് എന്നാണെങ്കിൽ നമ്മൾ എന്നാണ് ടെസ്റ്റിന് കൊടുത്തത് എന്ന് നമ്മളോട് ചോദിക്കും. ഞാനിപ്പോൾ റാൻഡമായിട്ട് ഒരു ഡേറ്റും കൊടുത്തിട്ടുണ്ട്. നമ്മളോട് ടെസ്റ്റ് റിസൾട്ടും ചോദിക്കും. ഞാനിപ്പോൾ ഇവിടെ നെഗറ്റീവ് തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം നമ്മളോട് ചോദിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്നാണ്. ഞാനിവിടെ നോ എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഏത് എയർപോർട്ടാണ് നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ളത്, നിങ്ങളുടെ വിദേശ രാജ്യത്ത് ഏത് എയർപോർട്ടാണ് വേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവർ ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ UAE-യിലാണെന്നുണ്ടെങ്കിൽ ഷാർജയിലാണോ ദുബായിലാണോ എയർപോർട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ചോദിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ദുബായ് എയർപോർട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഏത് എയർപോർട്ടാണ് കേരളത്തിൽ വേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ. ഞാനിപ്പോൾ ഇവിടെ കൊച്ചി സെലക്ട് ചെയ്യുന്നു. പ്രൊപ്പോസ്ഡ് ഡേറ്റ് ടു ട്രാവൽ, നമുക്ക് ഇപ്പം ഈ ഒരു ക്വാറൻറ്റൈൻ കഴിയുന്ന ഒരു ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം മെയ് 3 എന്നാണ് ഇപ്പം നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മെയ് 3 തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പ്രിഫേർഡ് എയർലൈൻസ്, നമുക്കിപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ആൾക്കാരും പ്രിഫർ ചെയ്യാത്ത ഒരു കാര്യമാണ് എയർലൈൻസ്. കാരണം എങ്ങനെയെങ്കിലും നാട്ടിൽ വന്നാൽ മതി എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രിഫേർഡ് എയർലൈൻസിൽ നമുക്ക് എനി എയർലൈൻസ് കൊടുക്കാം. എനി എയർലൈൻസ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വീട്ടിൽ ഇപ്പം നമ്മൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടുകാരുമായിട്ട് പോലും കോൺടാക്റ്റ് ഇല്ലാതെ 14 ദിവസം നമ്മൾ ക്വാറൻറ്റൈനിൽ കഴിയേണ്ടതുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ വീട്ടിൽ സജ്ജീകരണങ്ങളുണ്ടോ, അതായത് അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടെ ഉള്ള ഒരു റൂം ഉണ്ടോ ഇല്ലയോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ എസ് കൊടുക്കാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള കുറച്ച് ക്വാറൻറ്റൈൻ പ്ലേസസ് ഉണ്ട്. അതായത് ക്വാറൻറ്റൈന് വേണ്ടിയിട്ട് കുറച്ച് കോളേജുകൾ, സ്കൂളുകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ 14 ദിവസം താമസിച്ചിട്ട് വേണം വീട്ടിലേക്ക് വരാൻ. കാരണം ഇത് നമ്മുടെ വീട്ടുകാർക്ക് പോലും, നമുക്ക് അബദ്ധവശാൽ കോവിഡ് ഉണ്ടെങ്കിലും നമ്മുടെ വീട്ടുകാർക്ക് പോലും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മുൻകരുതലാണ് നമ്മുടെ ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ എസ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു കോഡ് കിട്ടുന്നതാണ്. ആ കോഡ് നമ്മുടെ ഒരു വെരിഫിക്കേഷൻ കോഡ് എന്ന രീതിയിൽ നമ്മുടെ കൈവശം വെക്കാനുള്ളതേ ഉള്ളൂ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു നമ്മുടെ ഒരു നോർക്ക റൂട്ട്സിൻ്റെ വെബ്സൈറ്റിൽ കൊടുക്കാനുള്ള, ഫില്ലപ്പ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. ആ ഒരു സിമ്പിൾ മെത്തേഡിലാണ് നമ്മുടെ ഗവൺമെൻറ് ആ ഒരു ഫോം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ അവരവരുടെ വീട്ടിൽ സുരക്ഷിതരായി തിരിച്ചെത്തട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് വരെ തൽക്കാലത്തേക്ക് ബൈ.